GST ബേസിക് ടു അഡ്വാൻസ് സീരീസിലെ പാർട്ട് 3 ആണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഒരു പർച്ചേസ് ബില്ലിൽ മൾട്ടി GST റേറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്തോളൂ. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ്, ഒരു ബില്ലിൽ മൾട്ടി GST റേറ്റ് എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ GST നമ്പറും എല്ലാം കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് ഒരു പർച്ചേസിൻ്റെ എൻട്രി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ്, ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ എന്താണ്, വൗച്ചറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെന്താണ്, നമുക്ക് പർച്ചേസ് അല്ലേ ചെയ്യേണ്ടത്. പർച്ചേസിൻ്റെ കീ പറയുന്നത് എന്താണ്, F9 ആണ്. അപ്പോൾ F9 അടിച്ചു. F9 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ പർട്ടിക്കുലേഴ്സ് ആണ് വന്ന് കിടക്കുന്നത്. നമുക്കിത് എന്താണ്, ഒരു ഐറ്റം ഇൻവോയ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഐറ്റം ഇൻവോയ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ്, ഇവിടെ ഒരു കീൻ്റെ ചേഞ്ച് മോഡ് അടിച്ചാൽ മതി. Ctrl H അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യാം. ഇതിന് നമുക്ക് ഐറ്റം ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഐറ്റം ഇൻവോയ്സ് എടുക്കും. ഇതാണ് ഐറ്റം ഇൻവോയ്സ്. ഇവിടെ നമുക്ക് ബിൽ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മുകളിലാണ് ബിൽ നമ്പർ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ബിൽ നമ്പർ 1 ആണ് അടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഇൻവോയ്സിലുള്ള ബിൽ നമ്പർ നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കേഴ്സർ പോകുന്നില്ല. ഈ ബിൽ നമ്പറിനെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തു. ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിലെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പർച്ചേസ് എടുത്തു. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ്. പർച്ചേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത് മാനുവലായിട്ടാണ് കൊടുക്കാറുള്ളത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പർച്ചേസിൻ്റെ ബില്ല് സെറ്റ് ചെയ്തിട്ട് വെച്ചു. നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. ഇവിടെ ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ബിൽ നമ്പർ അടിക്കാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ബിൽ നമ്പർ കൊടുക്കുന്നു, P1023 കൊടുത്തു. ആ നമ്പറിന് നമുക്ക് സപ്ലയർ ഇൻവോയ്സ് നമ്പറിലും കൊടുക്കാം, P1023 കൊടുത്തു. എൻ്റർ അടിച്ചു. ഈ ഡേറ്റ് എന്ന് പറയുന്നത് ബില്ലിലെ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ അടിക്കുന്ന ഡേറ്റ് നമ്മൾ ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അനുസരിച്ച് ഞാനിപ്പോൾ മെയിലാണ് അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 1/5 കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് 1/5 തന്നെയാണ് കൊടുക്കുന്നത്. ഈ 1/5 കൊടുത്തു. പാർട്ടീസ് അക്കൗണ്ട് നെയിം, ആരുടെ നിന്നാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ഓൾട്ട് ചേർത്ത് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ സിതാര ആരാണ്, ഫേമിനെ സംബന്ധിച്ച് സൺഡ്രി ക്രെഡിറ്ററാണ്. നമുക്കിവിടെ എസ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഈ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെവിടെ നിൽക്കുന്നു, ഈ പാർട്ടി എവിടെ നിൽക്കുന്നു. ഞാൻ കേരള തന്നെ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് പാർട്ടിയുടെ GST നമ്പർ നമുക്കിവിടെ കൊടുക്കാം. 15 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് 2 ഡിജിറ്റ് പറയുന്നത് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിരിക്കും. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ലെറ്റർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആൽഫ ലെറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ GST നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുക്കാം. നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ കീ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് GST നമ്പർ ഇവിടെ കാണിക്കും. പാർട്ടിയുടെ GST നമ്പർ നമ്മൾ അവിടെ അടിച്ച കാരണം ഇവിടെ നമുക്ക് അത് ഡിസ്പ്ലേയിൽ വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ കീ അടിച്ചു. ഇവിടെ പർച്ചേസ് ലെഡ്ജറിൻ്റെ അവിടെ പർച്ചേസിൻ്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾട്ട് C അടിച്ചു. ഇവിടെ പർച്ചേസ് എന്ന ലെഡ്ജർ കൊടുക്കാം. പർച്ചേസ് അടിച്ചു. അണ്ടർ എന്താണ്,
പർച്ചേസ് അക്കൗണ്ട്സിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. വേറെ ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എൻ്റർ അടിച്ചു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് നെയിം ഓഫ് ഐറ്റം ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഓൾട്ട് സി അടിച്ച് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ കൊടുക്കുകയാണ് ഐറ്റം 1 എന്നാണ് കൊടുത്തത്. എൻ്റർ അടിച്ചു. എൻ്റർ. യൂണിറ്റ് ഓൾട്ട് സി അടിച്ചു. നമ്പർ എന്നുള്ളതിലേക്ക് കൊടുത്തു. ഇവിടെ നമ്പർ എന്ന ഫോർമൽ നെയിം കൊടുത്തു. UTC കോഡിലാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്പർ എന്നുള്ളത് കൊടുത്തു. ഈ ഒരു കോഡിലൂടെയാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് അത് ട്രാക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ HSN കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ HSN കോഡ് നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ HSN കോഡ് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. 6 ഡിജിറ്റ് ആണ് HSN കോഡിന് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് HSN കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് GST റേറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് പറയുന്നത് 5% ആണ്. അപ്പോൾ ഇവിടെ 2.5 വന്നു. 2.5 വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഗുഡ്സ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ക്വാണ്ടിറ്റി ഒരു 10 കൊടുത്തു. ക്വാണ്ടിറ്റി റേറ്റ് ആണെങ്കിൽ ഒരു 25% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അടുത്തൊരു ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുകയാണ്. ഓൾട്ട് സി അടിച്ചു. ഐറ്റം 2 എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. യൂണിറ്റ് നമ്പർ കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെയും എൻ്റർ അടിച്ചു. എൻ്റർ. GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ HSN കോഡിലെ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ HSN കോഡ് നമുക്കിവിടെ കൊടുക്കാം. 85171202 കൊടുത്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇവിടെ ഈ ഐറ്റത്തിൻ്റെ റേറ്റ് പറയുന്നത് 18% ആണ് കൊടുത്തത്. അപ്പോൾ 9% ആണ് വന്നത്. എൻ്റർ അടിച്ചു. എൻ്റർ. ഇതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത് 5 കൊടുത്തു. റേറ്റ് 18,000 കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. എൻ്റർ. ഇനി ഇതിൻ്റെ ടാക്സ് ആണ് കാണിക്കുന്നത്. ടാക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ CGSTയും SGSTയും ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾട്ട് സി അടിച്ചു. ഇൻപുട്ട് CGST. എൻ്റർ അടിച്ചു. അണ്ടർ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. എല്ലാ ടാക്സുകളുടെയും അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. GSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ എമൗണ്ട് വന്നു. അടുത്തത് എന്താണ്? SGST ആണ് കൊടുക്കേണ്ടത്. ഓൾട്ട് സി അടിച്ചു. ഇൻപുട്ട് SGST. ഇവിടെ ഇൻപുട്ട് SGSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. GSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ SGST ആണ് കൊടുക്കേണ്ടത്. ഇവിടെ SGSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ടാക്സുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ ടാക്സുകളുടെ റേറ്റുകൾ നമുക്കിവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിലേറ്റഡ് റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്കിവിടെ കാണിക്കും ടാക്സ് അനാലിസിസ് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ OT അടിക്കാം. OT അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ ജസ്റ്റ് F5ൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽഡ്. ഇവിടെ നമുക്ക് 2 ടാക്സിൻ്റെ റേറ്റുകൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. നമുക്ക് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. എൻ്റർ. ബിൽ നമ്പറിൻ്റെ അവിടെ ന്യൂ റെഫറൻസ് കൊടുത്തു. ബിൽ നമ്പർ വന്നു. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. എൻ്റർ അടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഈ ഒരു എൻട്രിയുടെ ഇമ്പാക്റ്റ് എവിടെയാണ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗോ ടു ക്ലിക്ക് ചെയ്തിട്ടെടുക്കാം. ഗോ ടുവിലാണെങ്കിൽ നമുക്ക് GST റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ അടിക്കാം. അപ്പോൾ നമുക്ക് GST റിപ്പോർട്ട്സ് നമുക്ക് അടിച്ചു. അതിന് നമ്മൾക്ക് ഇവിടെ GST 2B ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ GST 2B സെലക്ട് ചെയ്തിട്ടെടുക്കും. ഇവിടെ നമുക്ക് ഇയർ എന്ന ഇവിടെ നമുക്ക് പീരീഡ് ഒന്ന് നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഓൾട്ട് F2 അടിച്ചിട്ട് നമുക്ക് ഇവിടെ 1/5 to 31/5 നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം.
അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവിടെ കാണിക്കും. 14,350 14,350 വന്നിട്ടുണ്ട്. അങ്ങനെ ടാക്സ് എമൗണ്ടിൻ്റെ ടോട്ടൽ 28,700 ആണ്. ടോട്ടൽ എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 368,700 ആണ് ടോട്ടലായിട്ടുള്ള എമൗണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 3B ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. നമുക്കിവിടെ ഗോ ടു സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് GST എന്ന് നമുക്ക് അടിക്കാം. GST 3B നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് പീരീഡ് ഒന്ന് മാറ്റി കൊടുക്കാം. Alt F2 അടിച്ചു. ഇവിടെ നമുക്ക് 1.5 എടുത്തു. 31.5 സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് GSTR 3Bയിൽ എന്താണ് നമുക്ക് പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ 14,350 14,350 ഇവിടെ 28,700 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബില്ലിൽ തന്നെ നമ്മൾ മൾട്ടി GST റേറ്റുകളുള്ള ഐറ്റം നമ്മൾ എൻ്റർ ചെയ്തിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾക്ക് എങ്ങനെയാണ് സെയിൽസിൻ്റെ എൻട്രി ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.